ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. ഇന്നത്തെ എന്റെ ഡെയിലി വ്ലോഗിലേക്ക് അവർക്ക് സ്വാഗതം. കുറച്ച് അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോയായിരുന്നു കേട്ടോ. അതിന്റെ വീഡിയോസ് ഒക്കെ ഉടനെ വരും. അതുകൊണ്ടായിരുന്നു കേട്ടോ ഡെയിലി വീഡിയോ ഇടാന്. ഇന്ന് ചെയ്യാൻ പോകുന്ന നെയിം മീറ്റിംഗ് ചാലഞ്ച് ആണ്. അപ്പൊ ഒരുപാട് കമന്റ് വന്നതാണ് കേട്ടോ. ശാരിക എന്നുള്ള നെയിമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ വരും നമുക്ക് നെയിം മീറ്റിംഗ് ചാലഞ്ചിലേക്ക് കടക്കാം. ആദ്യത്തെ ലെറ്റർ വരുന്നത് എസ് ആണ്. അപ്പൊ നമ്മൾ എസ്സിൽ എടുത്തേക്കുന്നത് ബിനി സിസ്റോൾ ആണ് കേട്ടോ. ഇതിന്റെ സ്ട്രോബെറി ഫ്ലേവർ ഒക്കെ ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ട് കേട്ടോ. വാനില വാങ്ങുന്ന ആദ്യമായിട്ടാണ്. ഇത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആണ്. നമ്മൾ വായിൽ വെച്ച് അലിഞ്ഞു പോകുന്ന രീതിയാണ്. അപ്പൊ ഇനി മുതൽ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, സ്ട്രോബെറി ഫ്ലേവർ എന്തായാലും വാങ്ങില്ല. ഇനി മുതൽ വാനില വാങ്ങാൻ തീരുമാനിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. അതെ, ആദ്യത്തെ ലെറ്റർ എസ് നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്ത ലെറ്റർ വരുന്നത് എ ആണ്. എയിൽ നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് അരിമുറുക്കാണ് കേട്ടോ. ഇതും എനിക്ക് ചായയിലും പാലിലൊക്കെ മുക്കി കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. മുൻപത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്റെ പല്ലിന് നല്ല രീതിക്ക് ബലക്കുറവുണ്ടെന്ന്. അതുകൊണ്ട് എനിക്ക് കടിച്ചു പിടിച്ച് കഴിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കൂടുതലും ഈ ചായയിലൊക്കെ മുക്കി കഴിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ ലെറ്റർ ആയ എ ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടേ. അപ്പൊ അടുത്ത ലെറ്റർ വരുന്നത് ആറാണ് കേട്ടോ. ആറിൽ നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് റിക് റാക്കിന്റെ വേഫർ ആണ്. ചോക്ലേറ്റിന്റെ ഫ്ലേവർ ആണ് കേട്ടോ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിന്റെ ടേസ്റ്റ് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല കേട്ടോ. നോർമൽ രീതിയിൽ നമ്മൾ വേഫറൊക്കെ കഴിക്കുന്നില്ല, അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് എടുത്ത് പറയാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ഒന്നുമില്ല. അപ്പൊ ഇപ്പോഴത്തെ പോലെ തന്നെ കേട്ടോ കുഞ്ഞുമണി നമ്മുടെ തിരുപ്പുണ്ടേ, അത് നിങ്ങൾക്ക് കേൾക്കാലോ. അപ്പൊ അടുത്ത ലെറ്റർ വരുന്നത് ഐ ആണ്. ഐയിൽ നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് ഐസ്ക്രീം സിപ്പപ്പ് ആണ് കേട്ടോ. സിപ്പപ്പൊക്കെ വാങ്ങുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് സ്കൂൾ കാലഘട്ടമാണ്. സ്കൂളൊക്കെ വിട്ടിട്ട് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് സിപ്പപ്പൊക്കെ വാങ്ങി കുടിച്ചിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് വരുന്നത്. എനിക്ക് പെട്ടെന്ന് അതാണ് ഓർമ്മ വരുന്നത്. പക്ഷേ ഈ സിപ്പപ്പ് അല്ല കേട്ടോ വാങ്ങുന്നത്, നമ്മുടെ നോർമൽ ആണ്. അപ്പൊ അടുത്ത ലെറ്റർ വരുന്നത് കെ ആണ്. കെയിൽ നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് കുർക്കുറയാണ്. ഞാൻ ഇട്ട വീഡിയോയുടെ താഴെ ഒരു കമന്റ് വന്നായിരുന്നു കേട്ടോ, ഇത്രയൊക്കെ കഴിച്ചിട്ട് എവിടെ പോകുന്നത്. അപ്പൊ അവരോട് പറയാനുള്ള എനിക്ക് ഒന്നേ, എല്ലാവരും കഴിക്കുമ്പോൾ എങ്ങോട്ടാണോ പോകുന്നത് അതേ കണക്ക് ഞാനും കഴിക്കുമ്പോഴും അങ്ങോട്ടൊക്കെ തന്നെയാണ് കേട്ടോ പോകുന്നത്. പിന്നെ വണ്ണം ഉള്ളത് വണ്ണം ഇല്ലാത്തതൊക്കെ അത് ഓരോരുത്തരുടെ ശരീരപ്രകൃതമാണ് കേട്ടോ. എത്ര കഴിച്ചാലും വണ്ണം വെക്കത്തില്ല. എനിക്ക് ഇങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പൊ ബൈ ദ വേ നമ്മൾ വിഷയത്തിൽ നിന്ന് ചെറുതായിട്ടൊന്ന് തെറ്റി മാറിയിരിക്കണം. അപ്പൊ നമ്മളിവിടെ കെ എന്നുള്ള ലെറ്റർ നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ലാസ്റ്റത്തെ ലെറ്ററിൽ എത്തിയിരിക്കുകയാണ്. ലാസ്റ്റത്തെ ലെറ്റർ വരുന്നത് എ ആണ്. എയിൽ നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് ആൽബലേവയുടെ മുട്ടായിയാണ് കേട്ടോ. ശരിക്കും ഈ പാക്കറ്റ് പൊട്ടിക്കാൻ നല്ല പാടാണ് കേട്ടോ. ആദ്യം ഒരു കവർ ഉണ്ടായിരുന്നു, അത് ഞാൻ പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ അകത്തൊരു പേപ്പർ കോട്ടിങ്. പിന്നെ ഞാൻ അത് പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ അകത്ത് പിന്നെ ഒരു കവറിനകത്താണ് കേട്ടോ മുട്ടായി പൊതിഞ്ഞ് വെച്ചേക്കുന്നത്. അത് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് ചിരി വന്നിട്ട് എന്താ പൊളിച്ചിട്ട് തീരാത്തേന്ന്. അങ്ങനെ ലാസ്റ്റത്തെ ലെറ്റർ ആയി നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു നെയിം മീറ്റിംഗ് ചാലഞ്ച് ഇത്രേ ഉണ്ടായിരുന്നുള്ളേ. അപ്പൊ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കണേ. അപ്പൊ 300 സബ്സ്ക്രൈബേഴ്സിന് ശേഷം എനിക്ക് ഇവിടെ സബ്സ്ക്രൈബേഴ്സ് കയറുന്നില്ല കേട്ടോ, നല്ല കുറവാണ്. അപ്പൊ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ഞാൻ വീഡിയോയുടെ തുടക്കത്തിലേ പറഞ്ഞായിരുന്നല്ലോ കുറച്ച് അമ്പലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ തിരുവരയാണക്കുളത്തേക്കാണ് കേട്ടോ പോയത്. അപ്പൊ അതിന്റെ വീഡിയോ ആയിട്ട് ഉടനെ വരാവേ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാനായിട്ട് ചെയ്യുമ്മ.